എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞ കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ചാനലിലൂടെ ഓരോ ദിവസത്തെ ക്ലാസ്സിലും പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ ക്ലാസ് ആദ്യം മുതലേ കാണുവാണെങ്കിൽ കമ്പ്യൂട്ടറിനെ പറ്റി ഒന്നും അറിയാത്തവർക്ക് പോലും തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. അതായത് അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ക്ലാസ്സിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ക്ലാസ്സുകളൊക്കെ ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു എന്ന് ഒരുപാട് പേര് ഡെയിലി കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ ആയിട്ടും മെയിലായിട്ടും മെസ്സേജ് ആയിട്ടും വീഡിയോയുടെ താഴെ നിങ്ങളുടെ കമന്റ് ആയിട്ടും ഒക്കെ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടറിൽ നിന്നും ഒരു ഫയൽ ഡിലീറ്റ് ആയി പോയാലും നമുക്കതിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്നാണ്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ ഇപ്പൊ അറിയാതെ നമ്മളുടെ കൈ തട്ടിയേക്ക് ഒരു ഫയൽ ഡിലീറ്റ് ആയി പോയാലും നമുക്കത് വളരെ ആവശ്യമുള്ള ഒരു ഫയൽ ആണെങ്കിൽ നമുക്കതിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അടുത്തായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല, നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്, ഇപ്പൊ നമ്മളുടെ കൈ തട്ടിയൊക്കെ അറിയാതെ നമ്മുടെ ഫയലുകളൊക്കെ ഡിലീറ്റ് ആയി പോയാലും നമുക്കതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും, എളുപ്പം തന്നെ. അപ്പൊ അത് അങ്ങനെയൊന്നും പെട്ടെന്ന് പോകത്തില്ല നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന്. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ജസ്റ്റ് നമുക്കൊരു ഫയൽ ഒന്ന് ഡിലീറ്റ് ആക്കി ആ ഒരു കാര്യത്തിലേക്ക് നമുക്ക് വരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പം തന്നെ മനസ്സിലാകും. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ ഒരു പിക്ചർ അറിയാതെ നമ്മുടെ കൈ തട്ടി ഡിലീറ്റ് ആയി പോവുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഡിലീറ്റ് ആയി പോവുകയാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാ ഡിലീറ്റ് ചെയ്യുന്നതെന്ന് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡയറക്റ്റ് ഈ ക്ലാസ് കാണുന്നവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞേക്കാം. നമുക്കിപ്പോ ആവശ്യമില്ലാത്ത എന്തൊരു കാര്യം, ഏതൊരു ഫയൽ ഡിലീറ്റ് ചെയ്യണമെങ്കിലും ജസ്റ്റ് അതിലൊന്ന് മൗസ് ഇങ്ങനെ അതിന്റെ എവിടെയെങ്കിലും, ആ ഫയലിന്റെ എവിടെയെങ്കിലും മൗസ് കൊണ്ടുവെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ലെഫ്റ്റ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ആ ഒരു ഫയലിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ മെഷീനാണ്, അതിന് സ്വയമേ ഒരു കാര്യം ചെയ്യാൻ അറിയത്തില്ല. അതായത് ഈ ഫയലിനെ ഡിലീറ്റ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ഉപയോഗിച്ച് മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് പറയണം, ഈ ഒരു ഫയൽ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഈ ഒരു ഫയലിനെ ഡിലീറ്റ് ചെയ്യണമെന്ന്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫയലിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ഫോൾഡർ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ഫോൾഡറിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ കാണാൻ പറ്റും അതൊരു പ്രത്യേക കളറിൽ സെലക്ട് ആയി വരുന്നത്. ഇപ്പൊ ഇത് സെലക്ട് ആയിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ ഒരു കളർ കൊണ്ടാണ് നമുക്കത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ നിങ്ങളുടെയൊക്കെ സിസ്റ്റത്തിൽ ഒരു ബ്ലൂ കളറിൽ തന്നെ സെലക്ട് ആയി വരും. അപ്പൊ നമുക്ക് എളുപ്പം തന്നെ അത് അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ ഈ ഒരു 2 എന്ന് പറയുന്ന ഈ ഒരു ഫയലാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് അതിനെ ഒന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം സിമ്പിൾ ആണ്, ഒന്നുകിൽ നമ്മൾ കീബോർഡിൽ ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു കീ ഉണ്ട്, എല്ലാവരുടെയും കീബോർഡിലുണ്ട്. ഞാനത് പ്രസ് ചെയ്തപ്പോ തന്നെ, ഞാൻ ആ ഡിലീറ്റ് എന്ന് പറയുന്ന കീ പ്രസ് ചെയ്തപ്പോ തന്നെ ആ ഒരു ഫയല് ഡിലീറ്റ് ആയിപ്പോയി. അപ്പൊ ജസ്റ്റ് ഒന്നുകൂടെ കാണിക്കാം എങ്ങനെയാണെന്നാ ചെയ്തതെന്ന്. സെലക്ട് ചെയ്തു, അതിനുശേഷം കീബോർഡില് ഡിലീറ്റ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്തു. അപ്പൊ ആ ഒരു കീ പ്രസ് ചെയ്തപ്പോ തന്നെ നമ്മുടെ ഫയല് സിസ്റ്റത്തിൽ നിന്നും പോയി, അതായത് ഈ ഒരു ഡെസ്ക് ടോപ്പിൽ നിന്നും പോയി. ആ ഫയൽ കിടന്ന സ്ഥലം, ഇപ്പൊ നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫയൽ ഈ ഒരു ഡെസ്ക് ടോപ്പിലായിരുന്നു. ഇപ്പൊ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ക്രീൻ, ഇതാണ് ഓപ്പണിംഗ് സ്ക്രീനിന് പറയുന്ന പേരാണ് ഡെസ്ക്ടോപ്പ്. അപ്പൊ നമ്മൾ ഡിലീറ്റ് കീ പ്രസ് ചെയ്തപ്പോ തന്നെ ആ ഒരു ഫയല് ഡെസ്ക് ടോപ്പിൽ നിന്നും പോയി. അപ്പൊ ഇത് എങ്ങോട്ടാണ് പോയത് എന്ന് പറഞ്ഞാല് നമ്മുടെ ഇന്നലത്തെ ക്ലാസ് കണ്ടവർക്ക് മനസ്സിലാകും. നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഫയൽസ് എല്ലാം ഡയറക്റ്റ് പോയി ടെമ്പററി ആയി, താൽക്കാലികമായി പോയി കിടക്കുന്ന സ്ഥലമാണ് കമ്പ്യൂട്ടറിനകത്തെ ഡസ്റ്റ്ബിൻ എന്ന് പറയും, അതായത് റീസൈക്കിൾ ബിൻ. അപ്പൊ നമ്മളുടെ ഇന്നലത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ പോയി ഒന്ന് കാണണം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പം തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അപ്പൊ നമ്മളിപ്പോ ഈ ഡിലീറ്റ് ചെയ്ത ഫയൽ നേരെ പോയിരിക്കുന്നത് റീസൈക്കിൾ ബിന്നിലാണ്. അപ്പൊ നേരെ നമ്മൾ ഈ റീസൈക്കിൾ ബിൻ പോയി നോക്കിക്കഴിഞ്ഞാൽ ആ ഫയൽ അവിടെ തന്നെ കാണും. അപ്പൊ ഈ സിസ്റ്റത്തിൽ നിന്നും പോയിട്ടില്ല,
അത് താൽക്കാലികമായി മറ്റൊരു സ്ഥലത്ത് പോയി ഡസ്റ്റ്ബിന്നിൽ പോയി കിടപ്പുണ്ട്. അപ്പൊ ഇനി നമുക്ക് നോക്കാം ആ ഒരു ഫയല് ഡസ്റ്റ്ബിന്നിൽ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ കമ്പ്യൂട്ടറിനകത്തെ ഡസ്റ്റ്ബിൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരേണ്ട പേരാണ് റീസൈക്കിൾ ബിൻ. അപ്പൊ ഈ റീസൈക്കിൾ ബിൻ എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടറിനകത്തെ ഡസ്റ്റ്ബിൻ ആണ്. അപ്പം ഇനിയിപ്പോ നമുക്ക് ഈ റീസൈക്കിൾ ബിന്നിൽ ഫയൽ ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഈ റീസൈക്കിൾ ബിന്നിൽ ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ ആ ഒരു റീസൈക്കിൾ ബിൻ എന്ന് പറയുന്നതിനെ ഓപ്പൺ ചെയ്യണം. നമ്മൾ അതിനെ തുറന്നാൽ മാത്രമേ അതിനകത്തുള്ള ഫയലുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ആ ഒരു റീസൈക്കിൾ ബിൻ ഓപ്പൺ ചെയ്യുന്നത് എന്ന് നോക്കാം. ജസ്റ്റ് ഇങ്ങനെ റീസൈക്കിൾ ബിന്നിലോട്ട് മൗസ് കൊണ്ട് വെക്കുക. അതിന്റെ എവിടെങ്കിലും വെച്ചാൽ മതി. ഇപ്പൊ ഇന്ന സ്പേസിൽ വെക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല, നമ്മുടെ ഇഷ്ടമാണ്. ജസ്റ്റ് ഇതിന്റെ എവിടെയെങ്കിലും വെക്കുക. അതിനുശേഷം അടുപ്പിച്ച് 2 തവണ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പൊ എന്തൊരു കാര്യം നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിലും, ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യണമെങ്കിലും, ഒരു ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിലും, അപ്പൊ എന്തൊരു കാര്യം നമുക്കത് ഓപ്പൺ ചെയ്ത് തുറന്ന് കാണണമെങ്കിലും നമ്മൾ അതില് ഡബിൾ ക്ലിക്ക് ആണ് ചെയ്യേണ്ടത്. അതായത് 2 തവണ അടുപ്പിച്ച് ക്ലിക്ക് ചെയ്യണം. ഇപ്പൊ നമുക്ക് ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യണമെങ്കിൽ, ഈ ന്യൂ ഫോൾഡർ 5 എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യണമെങ്കിൽ സെയിം പ്രൊസീജിയർ ആണ്. മൗസ് അതിൽ എവിടെയെങ്കിലും വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ പ്രസ് ചെയ്യുക. ഇപ്പൊ നമുക്ക് ആ ഒരു ഫോൾഡറിൽ ഒന്നുമില്ല, അതുകൊണ്ടാണ് നമുക്കൊന്നും കാണാത്തത്. ഇനിയിപ്പോ ഈ ഒരു വേർഡ് ഫയല്, ഈ ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിലും സെയിം പ്രൊസീജിയർ ആണ്. മൗസ് ഇങ്ങനെ അതിലോട്ട് വെക്കുക, അതിന്റെ എവിടെയെങ്കിലും വെക്കുക. അതിനുശേഷം അടുപ്പിച്ച് 2 തവണ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഏതൊരു ഫയൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫോൾഡർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിക്ചർ ആയിക്കോട്ടെ, എന്ത് കാര്യവും നമ്മൾ ഓപ്പൺ ചെയ്ത് കാണുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ റീസൈക്കിൾ ബിൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. റീസൈക്കിൾ ബിന്നിലോട്ട് മൗസ് കൊണ്ടുവച്ചു. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ പ്രസ് ചെയ്തു. പ്രസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ റീസൈക്കിൾ ബിൻ ഇങ്ങനെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഓപ്പൺ ആയി വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ഫയലിന്റെ പേരറിയാമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ നോക്കിയിട്ട് പേര് നോക്കിയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഫയലിന്റെ പേര് 2 എന്നായിരുന്നു. അപ്പൊ 2 എന്ന് പറയുന്ന ഫയല് ഫസ്റ്റ് തന്നെ ഉണ്ട്. ഇനിയിപ്പോ ഒരുപാട് ഫയലുകൾ ഉണ്ട് താഴോട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മൗസിന്റെ സ്ക്രോൾ വീൽ, അതായത് മൗസിന്റെ സെന്ററിൽ നമുക്കൊരു വട്ടം പോലൊരു സാധനം ഉണ്ട്, അതിന്റെ പേരാണ് സ്ക്രോൾ വീല്. അപ്പൊ അതിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന അനുസരിച്ച്, സ്ക്രോൾ ചെയ്യാന്ന് പറഞ്ഞാല് നമ്മളൊരു ഫിംഗർ വെച്ച് അതിങ്ങനെ മൂവ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന അനുസരിച്ച് താഴോട്ടും പോവും, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ മുകളിലോട്ടും പോവും. അപ്പൊ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് നമ്മുടെ ഫയൽ നമുക്ക് കണ്ടെത്താം. ഇനി അതും അല്ലെങ്കിൽ മറ്റൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് ഈ ഏറ്റവും മുകളിൽ നോക്കുവാണെങ്കിൽ സെർച്ച് റീസൈക്കിൾ ബിൻ, സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് അതിന്റെ പേരറിയാമെങ്കിൽ അവിടോട്ട് നമുക്ക് സെർച്ച് ചെയ്താൽ മതി. അപ്പൊ ഈ സെർച്ച് റീസൈക്കിൾ ബിൻ എന്ന് പറയുന്നതിന്റെ അവിടോട്ട് മൗസ് കൊണ്ട് വെച്ചിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരത്തില്ല. കാരണം നമ്മൾ ആ ഒരു പൊസിഷൻ സെലക്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് അവിടോട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഈ സെർച്ച് റീസൈക്കിൾ ബിൻ എന്നുള്ളതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക, ദെൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കർസർ ഇവിടെ കാണാൻ പറ്റും. അപ്പൊ കർസർ എന്ന് പറഞ്ഞാല് ഈ ഒരു ബ്ലിങ്കിങ് ബ്ലാങ്ക് ലൈൻ ആണ്, അതായത് ഒരു ലൈൻ ഇങ്ങനെ കാണാം, അതാണ് കർസർ എന്ന് പറഞ്ഞാല്. കർസർ എന്താന്ന് വെച്ചാല് മൗസ് എവിടെയാണെന്ന് നമ്മളെ അറിയിക്കുന്ന ആളാണ് കർസർ. ഇനിയിപ്പൊ കർസർ അവിടെ വന്നു. ഇനിയിപ്പൊ ഡയറക്റ്റ് നമുക്ക് അതിന്റെ പേരറിയാമെങ്കിൽ പേരങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഞാൻ 2 എന്നൊരു പേര് ടൈപ്പ് ചെയ്തപ്പോ തന്നെ 2 എന്നതിന്റെ പേരിലുള്ള ഫയലുകൾ മൊത്തം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് 2 വരുന്ന ഫയലുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ 2 എന്നൊരു ഫയലുണ്ട്, മറ്റൊരു ഫയലുണ്ട്, അതുപോലെ തന്നെ IT Act 2000, അപ്പൊ അതിലും 2 ഉണ്ട്. അപ്പൊ ഈ 2 വരുന്ന കാര്യങ്ങളൊക്കെ നമുക്കവിടെ പെട്ടെന്ന് തന്നെ വന്നു. അപ്പൊ നമ്മുടെ ഫയൽ ഇതായിരുന്നു, ഈ 2 എന്ന് പറയുന്ന ഇതായിരുന്നു നമ്മുടെ ഫയൽ. അപ്പൊ ഇതിനെ നമുക്ക് ഇനി എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്ന് നോക്കാം. അപ്പൊ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ആ ഒരു ഫയലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ആ ഒരു ഫയലിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് അതിനെ ക്ലിക്ക് ചെയ്തത്. അല്ല എങ്കിൽ നേരിട്ട് നമുക്ക് ആ ഫയലിലോട്ട് പോയി റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അതും അല്ലെങ്കിൽ ഒന്നെങ്കിൽ ആ ഫയലിലോട്ട് പോയി ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, അത് സെലക്ട് ആയി, അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ഈ 2 ക്ലിക്ക് ചെയ്യുന്നതിലും എളുപ്പം
ജസ്റ്റ് ഇങ്ങനെ അതിലോട്ട് വെച്ചു, ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. നമുക്ക് ഏത് ഫയലാണോ തിരിച്ചു കൊണ്ടുവരേണ്ടത് ആ ഫയലിലോട്ട് ഇങ്ങനെ മൗസ് കൊണ്ട് വെച്ചു, അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇവിടെ കുറെ ഓപ്ഷൻസ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫയലിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാല് റീസ്റ്റോർ എന്ന് പറയുന്നതാണ്. അപ്പൊ ഈ റീസ്റ്റോർ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. അതായത് നമ്മൾ സെലക്ട് ചെയ്ത ആ ഫയലിനെ നമ്മൾ റീസ്റ്റോർ ചെയ്യുകയാണ്. അപ്പൊ റീസ്റ്റോർ എന്നുള്ളതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ലെഫ്റ്റ് ബട്ടൺ ആണ്, നമ്മൾ ആ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു ഫയല് റീസൈക്കിൾ ബിന്നിൽ നിന്ന് പോയി. ഇനിയിപ്പൊ നമുക്ക് ഇവിടെ ഇല്ല. അപ്പൊ അത് എവിടെ പോയി എന്ന് ചോദിച്ചാല് നമ്മൾ എവിടാണോ ഡിലീറ്റ് ചെയ്തത്, ഏത് സ്ഥലത്തു നിന്നാണോ ഡിലീറ്റ് ചെയ്തത് ആ സ്ഥലത്ത് തന്നെ വന്ന് കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ഡെസ്ക്ടോപ്പ് നോക്കിക്കഴിഞ്ഞാല് ഡെസ്ക് ടോപ്പിൽ അത് വന്ന് കിടപ്പുണ്ട്. 2 എന്ന് പറയുന്ന ഫയൽ അവിടെ ഉണ്ട്. നമ്മൾ അവിടെ നിന്നാണ് അതിനെ ഡിലീറ്റ് ചെയ്തത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡിലീറ്റ് ആയി പോയ ഫയലിനെ തിരിച്ചു കൊണ്ടുവരുന്നത്. ഇപ്പൊ നമ്മുടെ കൈതട്ടി അറിയാതെ ഒരു ഫയൽ ഡിലീറ്റ് ആയി പോയാലും വിഷമിക്കേണ്ട, അത് റീസൈക്കിൾ ബിന്നിലുണ്ട്. നമുക്ക് നേരെ അവിടെ പോയിട്ട് ആ ഫയലിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പൊ എളുപ്പമാണ്, പ്രയാസമുള്ള സ്റ്റെപ്പ് ഒന്നുമല്ല. ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഒന്നും കൂടെ കാണിക്കാൻ പോവാണ് എങ്ങനെയാണ് ഒരു ഫയല് ഡിലീറ്റ് ആകുന്നത്, അല്ലെങ്കിൽ ഡിലീറ്റ് ആക്കിയ ഫയലിനെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരുന്നതെന്ന്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഫോൾഡറിനെയാണ് ഡിലീറ്റ് ചെയ്യുന്നതും അതിനെ തിരിച്ചു കൊണ്ടുവരുന്നതും കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഫോൾഡറിന്റെ പേരെന്ന് പറഞ്ഞാൽ CS ക്ലാസ് എന്നാണ്. ജസ്റ്റ് അതിന്റെ പേരൊന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഫോൾഡർ നമ്മൾ ആദ്യമേ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതുകൂടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യുന്നതും കൂടെ കുറച്ചുകൂടെ നമുക്ക് നമ്മുടെ മൈൻഡിൽ എത്തും, നമ്മൾ അത് മറക്കത്തില്ല. അപ്പൊ അതിനു വേണ്ടിയാണ്. അപ്പൊ ഏതൊരു ഫയൽ ആയിക്കോട്ടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ ആ ഫയലിലോട്ട് അല്ലെങ്കിൽ ആ ഫോൾഡറിലോട്ട് മൗസ് കൊണ്ടുവെക്കുക. എവിടെയെങ്കിലും വെച്ചാൽ മതി, പിന്നെ പൊസിഷൻ ഒന്നുമില്ല, അതിന്റെ എവിടെയെങ്കിലും ജസ്റ്റ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഫോൾഡർ അല്ലെങ്കിൽ ആ ഒരു ഫയൽ അല്ലെങ്കിൽ ആ ഒരു പിക്ചർ സെലക്ട് ആയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇപ്പൊ ചെയ്യേണ്ടത് സിമ്പിൾ സ്റ്റെപ്പാണ്. നേരെ നമുക്ക് കീബോർഡിൽ നോക്കുവാണെങ്കിൽ ഡിലീറ്റ് എന്നൊരു കീ ഉണ്ട്. അപ്പൊ ആ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ ഫയല് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നിന്നും പോയി, അല്ലെങ്കിൽ ഏത് സ്ഥലത്തു നിന്നാണോ നമ്മൾ ഡിലീറ്റ് ചെയ്തത് ആ സ്ഥലത്ത് നിന്നും ഫയല് ഡിലീറ്റ് ആയി പോയി. ഇനിയിപ്പോ ഈ ഫയൽ എങ്ങോട്ടാണ് പോയത് എന്ന് ചോദിച്ചാല് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് തന്നെയുള്ള റീസൈക്കിൾ ബിൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തോട്ടാണ് പോയത്. അപ്പൊ ഈ റീസൈക്കിൾ ബിൻ എന്ന് പറഞ്ഞാല് ഡിലീറ്റ് ചെയ്യുന്ന ഫയൽസ് എല്ലാം ടെമ്പററി ആയി താൽക്കാലികമായി പോയി കിടക്കുന്ന സ്ഥലമാണ് റീസൈക്കിൾ ബിൻ. അപ്പൊ അറിയാതെ നമ്മുടെ കൈതട്ടി ഒരു ഫയൽ പോയാലും അത് റീസൈക്കിൾ ബിന്നിൽ തന്നെ കാണും, അത് അവിടുന്ന് എങ്ങും പോകത്തില്ല. അപ്പൊ നമുക്ക് അവിടുന്ന് അതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനിയിപ്പൊ നമ്മുടെ ആ CS എന്ന് പറയുന്ന ഫോൾഡർ നമുക്ക് വേണം. അപ്പൊ നമ്മൾ അറിയാതെ ഡിലീറ്റ് ആയി പോയതാണ്, നമുക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ നേരെ പോയിട്ട് റീസൈക്കിൾ ബിൻ ഓപ്പൺ ചെയ്യുക. അപ്പൊ റീസൈക്കിൾ ബിൻ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാല് റീസൈക്കിൾ ബിന്നിലോട്ട് മൗസ് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് 2 തവണ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ റീസൈക്കിൾ ബിൻ ഇങ്ങനെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ റീസൈക്കിൾ ബിൻ ഓപ്പൺ ആയി വന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും റീസൈക്കിൾ ബിന്നിലുള്ള ഫയലുകളെല്ലാം ഇങ്ങനെ, അതായത് ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഫയലുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇനിയിപ്പൊ നമ്മുടെ ഫയല് ഇതിൽ നിന്ന് നോക്കി നമുക്ക് കണ്ടെത്തണം. അപ്പൊ ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ നമുക്ക് പേരറിയാമെങ്കിൽ ഈസിലി നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കി കണ്ടെത്തി CS ക്ലാസ് എന്ന ഫോൾഡർ നമുക്ക് കിട്ടി. ഇനിയിപ്പൊ നമുക്ക് ഒരുപാട് ഫയലുകളുണ്ട്, അപ്പൊ നോക്കി കണ്ടെത്താൻ പറ്റത്തില്ലെങ്കിൽ ഇവിടെ ഒരു സെർച്ച് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അവിടോട്ട് മൗസ് കൊണ്ടുവച്ച് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കർസർ വരും. കർസർ വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ഫോൾഡറിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. CS എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു ഫോൾഡർ വന്നു. കാരണം CS എന്ന പേരിൽ മറ്റൊരു ഫയൽ ഇല്ല, നമ്മുടെ ഈ ഒരു ഫോൾഡർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് CS എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ആ ഫോൾഡർ വന്നു. ഇനിയിപ്പോ ചെയ്യേണ്ടത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് CS എന്ന് പറയുന്ന ഈ CS ക്ലാസ് എന്ന് പറയുന്ന ഫോൾഡറിലോട്ട് ഇതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക. ഇന്ന പൊസിഷൻ എന്നില്ല, നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എവിടെ വേണേലും കൊണ്ടുവെക്കാം. അപ്പൊ കൊണ്ടുവച്ചു, അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തൊരു 3-4 ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പൊ ഈ ഫയലിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഓപ്ഷനാണ് റീസ്റ്റോർ. അതായത് ഡിലീറ്റ് ചെയ്തതിനെ നമ്മൾ റീസ്റ്റോർ ചെയ്യുവാണ്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് റീസ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ മൗസ് ഇങ്ങനെ ഈ റീസ്റ്റോർ എന്നുള്ളതിന്റെ എവിടെയെങ്കിലും വെക്കുക. അതിനുശേഷം റീസ്റ്റോറിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ തന്നെ നമ്മൾ കണ്ടു, നമ്മൾ റീസ്റ്റോർ ചെയ്തപ്പോ തന്നെ സെലക്ട് ചെയ്തപ്പോ തന്നെ ആ ഫയൽ അവിടെ ഇല്ല, ആ ഒരു ഫോൾഡർ അവിടുന്ന് പോയി. ആ ഫോൾഡറിനെ നമുക്ക് അവിടെ കാണാനായിട്ട് ഇല്ല.
ഇനി ഇത് എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചാല് നമ്മൾ എവിടുന്നാണോ ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് ആ സ്ഥലത്ത് പോയി കിടക്കും. അപ്പൊ നമ്മൾ ഇതിനെ അന്വേഷിച്ച് എങ്ങും നടക്കേണ്ട കാര്യമില്ല. അത് എവിടുന്നാണ് പോയത് ആ സ്ഥലത്ത് തന്നെ തിരിച്ചു പോയി കിടക്കും. അപ്പൊ നേരെ നമുക്ക് ഡെസ്ക്ടോപ്പിൽ വന്ന് നോക്കുകയാണെങ്കിൽ ദാ നമ്മുടെ CS ക്ലാസ് എന്ന് പറയുന്ന ഫോൾഡർ തിരിച്ചു വന്നു. അപ്പം ഡിലീറ്റ് ചെയ്ത ഫയലിനെ നമ്മൾ റീസ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ അത് എവിടുന്നാണ് നമ്മൾ ഡിലീറ്റ് ചെയ്തത് ആ സ്ഥലത്ത് തന്നെ വന്ന് കിടക്കും. അപ്പൊ നമ്മൾ ഇതിനെ അന്വേഷിച്ച് എങ്ങും പോയി തിരക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനറിയാം എവിടുന്നാണ് പോയത്, അതുകൊണ്ട് ഞാൻ ഇന്ന സ്ഥലത്ത് തന്നെയാണ് വന്ന് കിടക്കേണ്ടതെന്ന് അറിയാം. അപ്പം ഇനിയിപ്പം നമ്മുടെ ഫയലുകളൊക്കെ ഡിലീറ്റ് ആയാലും വിഷമിക്കേണ്ട, പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇതൊക്കെ പറയുന്നത് തുടക്കക്കാരെ ബേസ് ചെയ്തിട്ടാണ്, ഒന്നും അറിയാത്തവര് അല്ലെങ്കിൽ ഒരുപാട് ക്ലാസ്സിൽ പോയി പഠിക്കാൻ പറ്റാത്തവരെ ഒക്കെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അറിയാവുന്നവരൊക്കെ വിചാരിക്കും മിസ് ഇതൊക്കെ എളുപ്പമുള്ള കാര്യമല്ലേ, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാമല്ലോ എന്ന്. അപ്പൊ നമ്മൾ എപ്പോഴും പറയും നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാല് പഠിച്ചു വരുന്ന തുടക്കക്കാർക്കും ഒന്നും അറിയാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പം ക്ലാസ് കണ്ടതിന് ശേഷം സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവര് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് അത് എളുപ്പമായോ എന്നൂടെ പറയണം. അപ്പൊ നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.